നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് തേങ്ങാപ്പാലിൽ ഒരു അടിപൊളിയായിട്ടുള്ളൊരു സംഭവം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഹെയർ പാക്കാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റിസൾട്ട് നൽകുന്ന ഒരു അടിപൊളി ഹെയർ പാക്കാണിത്. അപ്പോൾ കുട്ടികൾക്ക് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നും വലിയവർക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും എല്ലാം ഞാൻ കറക്റ്റായിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഹെയർ പാക്ക് റെഡിയാക്കി എടുക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഞങ്ങളൊരു ടെലിഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു ഈസ്റ്ററിൻ്റെ അന്ന്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കാണണം കേട്ടോ. ആദ്യം നമുക്ക് ആവശ്യമായത് കുറച്ച് ചെമ്പരത്തിപ്പൂവാണ്. നിങ്ങൾക്ക് എത്രത്തോളം ചെമ്പരത്തിപ്പൂ കിട്ടുമോ അത്രത്തോളം ചെമ്പരത്തിപ്പൂ എടുക്കുക. ഹെയർ ഗ്രോത്തിന് വളരെയധികം സഹായിക്കുന്ന 3 ഇൻഗ്രീഡിയൻറ്റ് മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഹെയർ പാക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പോകുന്നത്. ഇനി നമുക്ക് ആവശ്യമായത് തേങ്ങയാണ്. ഞാൻ ഒരു അരമുറി തേങ്ങ ഇവിടെ കാണിച്ചിട്ടുണ്ട്, പക്ഷേ ഇത്രയും തേങ്ങയൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. കുറച്ച് തേങ്ങ മാത്രം ചിരണ്ടി എടുത്തതിന് ശേഷം ചെമ്പരത്തിപ്പൂവും തേങ്ങായും തേങ്ങാ വെള്ളവും കൂടെ നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ച് നമ്മൾ ഒരു തുണി ഉപയോഗിച്ച് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ മുടിക്ക് ആവശ്യമായ തേങ്ങ ഞാൻ ചിരകി വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ്. നമ്മുടെ തലയോട്ടിയിൽ പുതിയതായിട്ട് കിളിർത്ത് വരുന്ന മുടികൾ നല്ല സ്ട്രോങ് ആയിട്ട് വളരുന്നതിനും തലയോട്ടി നല്ല ക്ലീൻ ആക്കി വെക്കുന്നതിനും ഇവ സഹായിക്കുന്നു. തേങ്ങ പൊട്ടിച്ച സമയത്ത് ഞാൻ തേങ്ങാവെള്ളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് 1/4 ഗ്ലാസോളം തേങ്ങാവെള്ളമാണ് കിട്ടിയത്. ആ വെള്ളം മാത്രം ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ പേസ്റ്റ് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. തേങ്ങാപ്പാലിൻ്റെയും ചെമ്പരത്തിപ്പൂവിൻ്റെയും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു അടിപൊളി കളറാണ് കേട്ടോ നമ്മുടെ ഹെയർ പാക്കിന്. നെറ്റ് പോലുള്ള ഒരു തുണി ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഹെയർ പാക്ക് ഞാൻ അരിച്ചെടുക്കാനായിട്ട് പോകുന്നത്. നമ്മൾ വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ ആ തേങ്ങാവെള്ളം മാത്രം ഉപയോഗിച്ചിട്ടാണ് ഇത് നമ്മൾ അടിച്ചെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല മുറുക്കി കുറച്ച് സമയം എടുത്ത് നിങ്ങൾ അരിച്ചെടുക്കണം. കണ്ടോ, ഇത്രത്തോളം തേങ്ങാപ്പാൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. മുടി ഫ്രണ്ടിലേക്ക് കുനിച്ചിട്ടതിന് ശേഷമാണ് ഞാൻ തലയോട്ടിയിലും മുടിയിലൊക്കെ നമ്മുടെ ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. മടിയുള്ളവർക്ക് അരിച്ചെടുക്കാതെയും ഇത് തലയിൽ ഉപയോഗിക്കാം കേട്ടോ. അരിച്ചെടുത്ത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് ഇതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ നമ്മുടെ മുടിയിൽ പറ്റിപ്പിടിച്ചിരിക്കുകയാണെങ്കിൽ താരൻ പോലുള്ള, അതായത് ചൊറിച്ചിൽ പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാനായിട്ട് ചാൻസ് കൂടുതലാണ്. കുട്ടികൾക്കും വലിയവർക്കും പ്രായമായവർക്കും ഒക്കെ ധൈര്യമായിട്ട് ഈ ഹെയർ പാക്ക് ഉപയോഗിക്കാം കേട്ടോ. ചെമ്പരത്തിപ്പൂവിൻ്റെ ഒരു ഹെയർ പാക്ക് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ്. അപ്പോൾ ഗൾഫ് രാജ്യത്തുള്ളവരൊക്കെ കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇവിടെ ചെമ്പരത്തിപ്പൂ ഒന്നും കിട്ടില്ലെന്ന്. അപ്പോൾ ചെമ്പരത്തിപ്പൂവിൻ്റെ പൊടി വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് തേങ്ങാപ്പാലിൻ്റെ ക്രീം വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് തലയോട്ടിയിലും മുടിയിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ മുടിയിലൊക്കെ നല്ല വൃത്തിക്ക് തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ചെറിയൊരു മസാജ് കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒട്ടുമിക്ക ഹെയർ പാക്കുകളും നമ്മൾ തലയോട്ടിയിലും മുടിയിലൊക്കെ തേച്ച് കൊടുക്കുന്നതിന് മുമ്പായിട്ട് മുടിയിലെ ജടയെല്ലാം കളഞ്ഞ് എണ്ണയൊക്കെ തലയിൽ തേച്ചതിന് ശേഷമാണ് നമ്മൾ ഹെയർ പാക്കൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാറ്. എന്നാൽ ഞാനിത് എണ്ണയൊന്നും യൂസ് ചെയ്തിട്ടില്ല. കാരണം നമ്മുടെ തേങ്ങാപ്പാലിൽ എണ്ണയുടെ നല്ലൊരു മയമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എണ്ണയൊന്നും തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു പല്ലകലമുള്ള ചീപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് ചീകി ജടയെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്ക് ഹെയർ പാക്ക് മുടിയിലും തലയോട്ടിയിലൊക്കെ നല്ല വൃത്തിക്ക് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ നിങ്ങളിത് യൂസ് ചെയ്യേണ്ടത് 20 മിനിറ്റ് നേരം മുടിയിൽ വെച്ചേക്കാം. അതിനുശേഷം പ്ലെയിൻ വാട്ടർ തന്നെ നിങ്ങൾ ഹെയർ വാഷ് ചെയ്തെടുക്കുക. ഷാമ്പുവോ സോപ്പോ ഒന്നും നിങ്ങൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഹെയർ വാഷ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുടി കഴുകിയതിന് ശേഷം ഒരു തോർത്ത് ഉപയോഗിച്ച് നന്നായിട്ട് തോർത്തിയെടുക്കുക. അതിനുശേഷം വേറൊരു തോർത്ത് ഉപയോഗിച്ചിട്ട് വേണം നിങ്ങൾ കെട്ടിവെക്കാനായിട്ട്. അത് ഒരുപാട് നേരമൊന്നും കെട്ടിവെക്കേണ്ട ആവശ്യമില്ല. ഒരു 20 മിനിറ്റ് നേരം മാത്രം നിങ്ങൾ കെട്ടിവെക്കുക. അതിനുശേഷം മുടി അഴിച്ചിട്ട് തന്നെ നിങ്ങൾ ഉണക്കിയെടുക്കുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് മുടി പലകലമുള്ള ഒരു ചീപ്പ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കോമ്പ് ചെയ്തതിന് ശേഷം ഉച്ചിയിൽ അല്ലെങ്കിൽ സാധാ എങ്ങനെയാണോ ബണ്ണായിട്ട് കെട്ടിവെക്കുന്നത് അതുപോലെ കെട്ടിവെക്കുക. അല്ലെങ്കിൽ പിന്നിടുന്നവരാണെങ്കിൽ പിന്നിടുക. ജട കളഞ്ഞതിന് ശേഷം വേണം നിങ്ങൾ എങ്ങനെയാണ് കെട്ടിവെക്കുന്നത് ആ രീതിയിൽ കെട്ടിവെക്കാനായിട്ട്. അലർജിയോ തുമ്മലോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഉച്ചിയിൽ കുറച്ച് രാസനാദിപ്പൊടി ഇട്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന സമയം 20 മിനിറ്റ് നേരം ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്താൽ മതി. അതിനുശേഷം നിങ്ങൾക്ക് ഹെയർ വാഷ് ചെയ്തെടുക്കാവുന്നതാണ്.
ഈ ഹെയർ പാക്ക് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസം നിങ്ങൾ ഏതെങ്കിലും ഷാമ്പു ഉപയോഗിച്ച് മൈൽഡായിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്തിരിക്കണം. അതിനുശേഷം വേണം നിങ്ങൾ ഈ ഹെയർ പാക്ക് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. കുട്ടികൾക്കാണ് ഈ ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക. വലിയവരാണ് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ആഴ്ചയിൽ 3 ദിവസം അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക്